ഒരു നേന്ത്രക്കായ വീട്ടിലൊരുപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. മീൻ കറി ഇല്ല എന്ന് വെച്ച് ഇനി ആരും ചോറുണ്ണാതിരിക്കില്ല. ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കൂ. മീൻ കറീൻ്റെ അതേ രുചിയോടും അതേ സ്വാദോടും കൂടിയിട്ട് നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ ഇത്. ചെറിയൊരു കുക്കർ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 5 ചുള വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രക്കായ വെച്ച് നമ്മൾ ഉപ്പേരിയും മെഴുക്കുവരട്ടിയും മോരുകറിയും മാത്രമല്ലാതെ ഈ ഒരു വ്യത്യസ്ത രീതിയിൽ കറി തയ്യാറാക്കി നോക്കൂ. വീട്ടിലെല്ലാവരും ഇഷ്ടത്തോടെ തന്നെ കഴിക്കുന്നതായിരിക്കും. ദിവസം ഒരേപോലുള്ള കറികൾ തയ്യാറാക്കാതെ ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഇതാണോ ഇന്നത്തെ കറി എന്ന് ആരും ചോദിക്കില്ല. ഇനി നമ്മൾ നേന്ത്രക്കായ ഇതുപോലെ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ കായെല്ലാം ചേർത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതേപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുളക് പൊടിയും ഉപ്പും എണ്ണയും ഒക്കെ നല്ലപോലെ ഒന്ന് കായിലൊക്കെ പുരണ്ട് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അടപ്പ് കൊണ്ട് അടച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഇതുപോലെ 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടി സ്വാദുണ്ടാവും. 2 പിടി മാത്രം ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, അതായത് കുമിൻ സീഡ്. പിന്നെ അതിലേക്ക് 4-5 മണി കുരുമുളക് കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വിസിൽ വന്ന ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ നേന്ത്രക്കായെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീൻ കറിയുടെ രുചിയിലാണല്ലോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പുളിയുടെ പേസ്റ്റ് വെള്ളത്തിൽ കലക്കിയ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് തിളച്ചിട്ട് വരട്ടെ കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്ത തേങ്ങാ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് 1 കപ്പ് കൂടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അല്പം കൂടി ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് 2 പച്ചമുളക് കീറിയത് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും തിളയ്ക്കരുത്, ചിലപ്പോൾ തേങ്ങ പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. 10 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കറി ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് അല്പം ഒന്ന് ചൂടാറിയ ശേഷം കഴിക്കുന്നതായിരിക്കും. കറി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻ കറീൻ്റെ അതേ സ്ട്രക്ചറോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.